ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ഏതൊക്കെ സ്റ്റോക്കുകൾ ഗെയിനേഴ്സായി, ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഡൗണിൽ പോയത്, പിന്നെ ഓവറോളായിട്ട് മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള റീസൺ എന്താണ്, ഇനി ബ്രേക്ക് ഡൗൺ ആകാനുള്ള സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, പിന്നെ ഇന്നലെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല നിഫ്റ്റിയുടെ കേസിൽ. പിന്നെ മിഡ് ക്യാപ് ബബിൾ സെബി ചീഫ് വാർണിംഗ് നൽകിയിരുന്നു. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് അലേർട്ട് ആകണം എന്നുള്ള ഒരു വാർണിംഗ് ഉണ്ടായിരുന്നു. സോ 338 പോയിന്റ്സ് ആണ് നിഫ്റ്റി ഡൗൺ ആയത്, സൈഡ് വേസ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയും 301 പോയിന്റ്സ് ഡൗൺ ആയിട്ടുണ്ട്. ഫിൻ നിഫ്റ്റി സ്റ്റേബിളായിട്ട് പോകുന്നുണ്ട്. സെൻസസും അതുപോലെ തന്നെ താഴേക്കാണ് ഇനി പോകും എന്ന് തോന്നുന്നു. ഓക്കെ, ഓവറായിട്ട് ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ തന്നെയാണ്. അതിൽ മിഡ് ക്യാപ്പ് നല്ല ഡൗൺ ആയിട്ടുണ്ട്. സോ PSU സ്റ്റോക്കുകൾ നല്ല ഡൗൺ ആയി. അതുപോലെ അദാനി സ്റ്റോക്കുകൾ, അദാനി ഗ്രൂപ്പിൻ്റെ എല്ലാ സ്റ്റോക്കുകളും താഴേക്ക് പോയിട്ടുണ്ട്. സെൻസസ് 72,761 ആ ഒരു ലെവലിൽ ക്ലോസ് ആയി. നിഫ്റ്റി 21,997 ആൻഡ് നിഫ്റ്റി ബാങ്ക് 46,981. ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് ITC ആണ്. അപ്പോൾ ITCയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നിഫ്റ്റി താഴേക്ക് പോകുമ്പോഴെല്ലാം ITC എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ന്യൂസ് ബേസിലാണ് ITC ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ബിഗ്ഗസ്റ്റ് ലൂസർ ആയത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ. നല്ല പെർഫോം ചെയ്തിരിക്കുന്നത് FMCG സെക്ടർ, വേഴ്സ്റ്റായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി മെറ്റൽ സെക്ടറുമാകുന്നു. അപ്പോൾ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് എടുത്തു പറയേണ്ട സ്റ്റോക്കാണ് കല്യാൺ ജുവലേഴ്സ്. എല്ലാം ചെറിയ പോയിന്റ്സിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. ഓക്കെ, 2.25%. ദെൻ അബൌട്ട് ഇന്ത്യ 1.51%. CG പവർ 1.27%. ദെൻ ടിംകൺ ഇന്ത്യ 1.26%. ഇന്റലക്ട് ഡിസൈൻ 1.07. അപ്പോൾ ഈ ഇത്രയും സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്ന് ടോപ്പ് ഗെയിനേഴ്സിൽ. പിന്നെ ITC ഉണ്ട്. ഓക്കെ, ITC നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ITC ഇതല്ലാതെ മിക്ക സ്റ്റോക്കുകളും ഡൗൺ ട്രെൻഡാണ്. അതിൽ എസ്പെഷ്യലി PSU ബാങ്കുകൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. റൈറ്റ്സ് ഓക്കെ 15% താഴേക്ക് പോയിരിക്കുകയാണ്. അതുപോലെ റെയിൽടെൽ, ദെൻ ഇഡൽവിസ് 12.88%. എഞ്ചിനീയേഴ്സ് ഇന്ത്യ. എല്ലാ ബ്രേക്കൗട്ട് തരുമെന്ന് വിചാരിച്ച സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്നിപ്പോൾ ഡൗണിലാണ് പോയിരിക്കുന്നത്. NCC, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഹഡ്കോ ഇന്നലെ പറഞ്ഞതിൽ ഡൗൺ ട്രെൻഡിൽ പോകുന്നുണ്ട്. സോ അത് മാത്രമാണ് ഇന്നലെ പറഞ്ഞതിൽ നമുക്ക് നല്ല അതേപോലെ ഒരു ബ്രേക്കൗട്ട് ലെവലിൽ വന്നത്. ഓക്കെ, ഹഡ്കോ, തൻല പ്ലാറ്റ്ഫോംസ്, ഇർക്കോൺ ഇന്റർനാഷണൽ, അങ്ങനെ ഒത്തിരി സ്റ്റോക്കുകൾ. പിന്നെ ഈ ഒരു അദാനി എൻ്റർപ്രൈസസിൻ്റെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും ഇന്ന് ഡൗൺ ട്രെൻഡിലാണ് പോയിരിക്കുന്നത്. 1.26 lakhs crores ആണ് കൂട്ടത്തകർച്ചയാണെന്ന് പറയാം. ഒരു 10 സ്റ്റോക്കുകൾ താഴേക്ക് പോയിട്ടുണ്ട്. അദാനി എൻ്റർപ്രൈസസ് 6.92%. അതുപോലെ അദാനി എനർജി 8.60%. അദാനി ഗ്രീൻ എനർജി 9.07%. അദാനി പോർട്സ്, അദാനി പവർ, പിന്നെ അദാനി അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി വിൽമാർ, അംബുജ സിമെന്റ്, ഇങ്ങനെ ഒത്തിരി സ്റ്റോക്കുകൾ താഴേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ICC. സോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇന്നലെ പറഞ്ഞ സ്റ്റോക്കുകൾ, അതായത് സാങ്കി ഇൻഡസ്ട്രീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഒന്നും എൻട്രി ഒന്നും കിട്ടിയില്ല. കാരണം എങ്ങനെ കിട്ടാനാണ്, എൻ്റെ മാർക്കറ്റ് ഡൗൺ ആകുമ്പോഴത്തേക്ക്
വലിയ എൻട്രി ഒന്നും കിട്ടിയിട്ടില്ല. 9% ഡൗൺ ആയി എന്ന് പറയാം. സിയാറ്റ് ഇന്നലെ തന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി, അതിന് താഴേക്ക് പോവുകയാണെങ്കിൽ എടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. സോ അതുകൊണ്ട് വലിയ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. സിയാറ്റ് അതുപോലെ ടെക് മഹേന്ദ്ര ഇതെല്ലാം തന്നെ ഇന്ന് ട്രേഡ് ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഹഡ്കോ മാത്രമാണ് നമ്മൾ ഡൗണിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു, അത് അതുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ 4-5 സ്റ്റോക്കിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്നലെ. അപ്പം ഇനി ഡൗൺ ട്രെൻഡിലേക്ക് പോകാൻ സാധ്യതയുള്ള 7 സ്റ്റോക്കിലാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഒരു ഹയർ ലോ പാറ്റേൺ അല്ലെങ്കിൽ ബിയറിഷ് എൻഗൾഫിങ് പാറ്റേൺ, ദെൻ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്, ഇങ്ങനെയൊക്കെ ഒരു ടെക്നിക്കലായിട്ട് നമുക്ക് ഇനി താഴേക്ക് പോകുമെന്ന് സൂചന നൽകുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അതാണ് ഇനിയുള്ള ഒരു പ്രതീക്ഷ. സോ ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്ക് അനലൈസ് ചെയ്യുക, എന്നിട്ട് മാത്രമേ ടെക്നിക്കലായിട്ടും വാല്യുവേഷൻ ഫണ്ടമെൻ്റൽ എല്ലാം നോക്കുക. മാർക്കറ്റ് ഡയറക്ഷൻ അനുസരിച്ച് ഈ സ്റ്റോക്കുകളുടെ ടാർഗറ്റുകൾ മാറും. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് NLC ഇന്ത്യ. ഓക്കെ, NLC ഇന്ത്യ ഇനിയും താഴേക്ക് പോലുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. സോ 170, 147 ആ ഒരു റേഞ്ച് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ നല്ല താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, 100 ആ ഒരു റേഞ്ചിലേക്ക് പോയെന്ന് വരും. പിന്നെ അതുപോലെ മഹാരാഷ്ട്ര ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 54 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. നെക്സ്റ്റ് 49 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു റേഞ്ച് വരെ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ദെൻ പവർ ഫിനാൻസ് കോർപ്പറേഷൻ 398 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 380 വരെ പോകാൻ സാധ്യതയുണ്ട്. ദെൻ കോൾ ഇന്ത്യ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, 417 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. 380 ആ ഒരു റേഞ്ച്, 400 താഴേക്ക് പോകും. 380, 319 ഒക്കെ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ദെൻ ബാങ്ക് ഓഫ് ബറോഡ താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ബിയറിഷ് എൻഗൾഫിങ് പാറ്റേൺ, ഓക്കെ, ഹയർ ലോ പാറ്റേൺ ഫോം ചെയ്തിട്ടുള്ളത് കൊണ്ട് 250 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഏഷ്യർ മോട്ടോഴ്സ്. ഇതിനൊക്കെ ഷോർട്ട് ട്രേഡ് നമുക്ക് എടുക്കാമെന്നല്ലാണ്ട് വലിയ ഇത് ഹോപ്പില്ല. 3 to 4% വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏഷ്യർ മോട്ടോഴ്സ് 3600 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് താഴേക്ക് പോകുന്ന ടാർഗറ്റ്. അപ്പോൾ ഈ 7 സ്റ്റോക്കിൽ നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട്. എന്നാലും നാളത്തെ മാർക്കറ്റ് കണ്ടീഷനും കൂടി ചെക്ക് ചെയ്യുക, എങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നത്, അതനുസരിച്ച് ഈ സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റ് വരുന്നതായിരിക്കും. വേറെ ഏതെങ്കിലും സ്റ്റോക്കുകൾ നല്ല ഡൗണിൽ പോകും വോളിയം ബേസിസിൽ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻസിൽ രേഖപ്പെടുത്താം. അപ്പോൾ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ടിപ്സാണ്, ഇൻട്രാഡേ അതുപോലെ ഡെലിവറിക്കുള്ള ടിപ്സുകൾ. പിന്നെ പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതും കൂടി ചെക്ക് ചെയ്യുക. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.